ഇത് കണ്ടോ, ഇവിടെ ഒരു ആട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ. അവൻ്റെ രണ്ട് കൈകൾ ഇങ്ങനെ ഒരു കല്ലേലെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് അവൻ പൊങ്ങി നിന്ന് കാണുവാണ്. കുട്ടനാടാണ് ഈ സ്ഥലം. കുട്ടനാട്ടിലെ ഒരു മുട്ടനാടാണ്. അവനെ ഈ പ്രകൃതിയുടെ ഭംഗിയെല്ലാം ഇങ്ങനെ കണ്ടു നിൽക്കുക. ഈ ഒരുപാട് മീനൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഇടയ്ക്ക് പൊങ്ങി വരുന്നുണ്ട്. അവൻ അതും കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. ഇതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആടെല്ലാം തീറ്റി തിന്നുവാണ്. ഇപ്പം ഇവനെ സന്ധ്യയാറായി, സന്ധ്യയല്ല, ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പം ഈ സൂര്യാസ്തമനത്തിൻ്റെ ഈ ഒരു സമയമാണ്. അപ്പം ഈ ആകാശത്തൊക്കെ ആകാശമൊക്കെ നല്ല കളറായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. ഇവനെ മൊത്തത്തിൽ പ്രകൃതിയുടെ ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക. ഒരു കലാകാരനായ മുട്ടനാടാന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് കണ്ട് എത്ര നേരമാണെന്നറിയോ, ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇവൻ പയ്യെ അതിന് താഴോട്ട് ഇറങ്ങും. എന്നെ ഇങ്ങനെ കുത്താൻ വേണ്ടി ഇങ്ങ് വന്നിട്ട് വീണ്ടും അവനെ ശല്യപ്പെടുത്തുന്നതിന് നമ്മളെ നോക്കിയിട്ട് വീണ്ടും അതുകൊണ്ടോ അവൻ ആ പ്രകൃതിയുടെ ഭംഗി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ചുകൂടെ മാറി നമ്മൾ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ കാണാനായിട്ട്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെ ഈ തെങ്ങുകൾ ഒത്തിരി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവൻ അതിൻ്റെ ഇടയ്ക്കൂടി എങ്ങനെ കാണുന്നതാണ് ഈ ആകാശത്തിൻ്റെ കളറും ഇതും എല്ലാം കൂടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീനിങ്ങനെ പൊങ്ങി വരും, മീനും തവളയൊക്കെ. അവൻ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. കണ്ടോ, കുട്ടനാടിലെ മുട്ടനാട്. ഇതുണ്ടോ, നമ്മളത് ഇങ്ങോട്ട് മാറി വന്നു കഴിഞ്ഞാലേ ഇവിടെ ഇതുണ്ടോ, ഈ ഇഷ്ടംപോലെ ഇതുപോലെ ഒരു തരം മരമാണ്. എന്തോ ഒരു ചെറിയ കാട്ടുചെടി പോലെ എന്തോ സംഭവം. അതേ മുഴുവൻ ഇങ്ങനെ പിങ്ക് കളറുള്ള പൂക്കളാണ് നിറയെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ റോഡ്, രണ്ട് സൈഡിലും ഇങ്ങനെ ജലാശയം, അതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ഈ മരങ്ങളെ പൂക്കൾ. ഭയങ്കര ഒരു രസമാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത്. ഈ സൂര്യാസ്തമനത്തിൻ്റെ ഭംഗി കാണിക്കാം. ഇത് കണ്ടോ, ഒരു പകൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു സന്ധ്യയെ വരവേൽക്കാൻ വേണ്ടി കണ്ടോ പ്രകൃതി നല്ല അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. എത്ര രസത്തിലാണെന്നുണ്ടോ. ആകാശത്തോട്ട് നോക്കിയേ, മഴക്കാറുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞേ ഉള്ളൂ, അടുത്തൊരു മഴയ്ക്കുള്ള തയ്യാറെടുപ്പുമുണ്ട്. ഇവിടെ സാധാരണ ഈ സമയത്ത് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതാണ്. പക്ഷേ ഇന്ന് ഈ മഴയൊക്കെ അല്ലേ, ശനിയും ഞായറും ഒക്കെയാണ് ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇതുകൊണ്ട് അങ്ങ് കിടക്കുക. ഇത് പാടശേഖരങ്ങൾ കേട്ടോ. ഇത് കൊയ്ത്തെല്ലാം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ വെള്ളം കയറ്റി ഇട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇവിടെ ഒരു ചായ, കാപ്പി, സ്നാക്ക് അങ്ങനെയൊക്കെ വിൽക്കുന്നൊരു കടയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 4 മണിക്കാറ്റെന്ന്. ഇവിടെ 4 മണിക്കല്ലേ, എപ്പോഴും നല്ല കാറ്റാണ്. നല്ല രസം കേട്ടോ. അതിൻ്റെ അകത്തിരുന്നിട്ട് ചായയൊക്കെ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ വരുന്നവരെല്ലാം അതിൻ്റെ അകത്തിരുന്ന് കുടിക്കത്തില്ല, ചായയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങും. എന്നിട്ട് ഈ കണ്ടത്തിൻ്റെ സൈഡിൽ ഈ റോഡിൽ ഇങ്ങനെ നിന്നോട്ട് അങ്ങ് കുടിക്കും. ഭയങ്കര രസമാണ് കേട്ടോ. വരുന്നവരെല്ലാം ഇവിടെ കയറും. ഇത് ഒരു കുടുംബശ്രീയിലെ 2-3 ലേഡീസാണ് നടത്തുന്നത്. ഇതുണ്ട് റോഡ് കിടക്കുന്നതുണ്ടോ. ഈ റോഡിൽ കൂടെ റോഡ് എല്ലാം ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞാണ് ഇങ്ങനെ ഇവിടെയുള്ള റോഡുകളെല്ലാം. ഒരു ലോറി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ലോറി ഒന്നും വരുന്നില്ല. ഇത് കണ്ടോ, നോക്കിക്കോണം. ആ ലോറി പോകുന്ന പോക്ക് നോക്കിക്കോണം. ഭയങ്കര രസമായിരിക്കും. അവൻ അവിടെ ചെന്നിട്ട് അങ്ങ് കണ്ടത്തിൻ്റെ നടുക്കൂടെ തന്നെ അതുണ്ട്, വളഞ്ഞു പോയതുണ്ടോ. ഇനി പോകുന്ന കണ്ടോണേ, അങ്ങ് മരങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടോ. ആ സൈഡിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ, ക്യാമറക്കകത്ത് കിട്ടുന്നുണ്ടോ അത്. ലോറി അങ്ങ് പോകുന്നത് കണ്ടോ. ആകാശത്തിൻ്റെ ആ കളറൊക്കെ കണ്ടോ, ആ സൂര്യാസ്തമനത്തിൻ്റെ എന്ത് രസമാണെന്ന് കണ്ടോ. അത് സൂം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്ലിയർ ആകും. പക്ഷേ എനിക്ക് ഈ ഫോണിൽ അങ്ങനെ ക്ലിയർ ആകുന്നില്ല, അതുകൊണ്ടാണ്. എനിക്കിപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര രസം കേട്ടോ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ. വെളിയനാടെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് ആലപ്പുഴ ജില്ലയിലുള്ള വെളിയനാടാണ്, കുട്ടനാടാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്ന ശനി ഞായറൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇന്നിപ്പോൾ ഈ ഒരു മഴയും കഴിഞ്ഞ് പിന്നെ ഒരു ഇടദിവസമാണ്, അതുകൊണ്ടായിരിക്കാം ആളൊക്കെ വളരെ കുറവ്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്നാന്ന് പറയുക, ഈ നമ്മുടെ ഈ വേണാട് ബസ്സില്ലേ, KSRTCയുടെ വൈറ്റ് കളറുള്ള അത് ഈ റോഡിൻ്റെ നടുക്കൂടെ ഇങ്ങനെ വരുമ്പം നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ബസ് വല്ലതും വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. ഇവിടെ നമ്മൾ ഇപ്പം ഈ കാണുന്ന ഭംഗിയല്ല, ഒരു 2-3 മാസം കഴിയുമ്പം. കാരണം ഈ പാടശേഖരത്തിൽ മുഴുവൻ നെല്ലെല്ലാം വിതച്ചിട്ട് നല്ല പച്ചപ്പായിരിക്കും. ഈ 2 സൈഡിലും നല്ല പച്ചപ്പ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കറുത്ത നിറത്തിയ റോഡ്. ആ റോഡിൽ കൂടെ ഇങ്ങനെ വാഹനങ്ങൾ വളഞ്ഞു കുളഞ്ഞ് ഇങ്ങനെ പോകുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിവിടെ വന്നൊന്ന് കാണണം. എത്ര രസമാണെന്നറിയാം. അത് ഇതുപോലെയുള്ള ഈ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ വാഹനങ്ങളൊക്കെ അങ്ങ് ദൂരെ, കിലോമീറ്ററുകൾ ദൂരെ നിന്ന് വരുന്നതേ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും.
ഭയങ്കര രസമാണ് കേട്ടോ അതിങ്ങനെ വളഞ്ഞ് വരുന്ന ഒരു കാഴ്ച. ഇവിടുത്തെ ഈ ബൈക്ക് കൊണ്ട് വെച്ചിട്ട് ഒരു 5-6 പേരെ ഇതുണ്ട് ഈ വെള്ളത്തിൻ്റെ നടുക്കൂടെ ഒരു പാത പോലെ ഉണ്ട് അകത്തോട്ട്. ഈ വെള്ളം കയറി കിടക്കുവാണ്. ഇത് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ ആ മണ്ണ് പോലെ കാണുന്നത്. അതിലെ അവന്മാർ നടന്ന് അങ്ങ് ദൂരോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം തെന്നിക്കഴിഞ്ഞാൽ കണ്ടത്തിലേക്ക് അങ്ങ് വീഴും. ഇതുകൊണ്ട് അങ്ങ് വണ്ടി വരുന്നത് കണ്ടോ, കാറുകൾ കയറി വരികയാണ് വരുന്നത്. ഇതോ അങ്ങ് ദൂരേന്നേ ഒരു KSRTC ബസ് വരുന്നുണ്ട് കണ്ടോ, അങ്ങ് ഒരു റെഡ് കളറുള്ള ഒരു ബസ് വരുന്നത് കണ്ടോ. നമ്മുടെ വേണാടല്ല, വൈറ്റല്ല, അത് ആ വളവിലേക്ക് ഒരുപാട് കാറുകളൊക്കെ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെല്ലാം ഇറങ്ങി ഈ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ വളഞ്ഞു വരാനായിട്ട് പാടാണ്. അതാണ് താമസം വരുന്നത്. ഈ ബസ് അങ്ങ് ദൂരേന്ന് വരുന്നത് എനിക്കിവിടെ നിന്ന് കാണാമായിരുന്നു. അതിങ്ങനെ കറങ്ങി ഇവിടെ വരാൻ കുറേ സമയമെടുക്കും. അത് വരുന്നത് കണ്ടോ. നമ്മൾ ശരിക്കും ഇത് കണ്ടല്ലോ, നമ്മൾ ഡ്രോൺ പറപ്പിച്ചിട്ട് നമ്മളെ അതിൻ്റെ വീഡിയോ എടുക്കണം. എന്ത് രസമായിരിക്കുന്നറിയോ. കാരണം ഈ കണ്ടത്തിൻ്റെ ഈ നടുക്കൂടെയുള്ള റോഡിൽ കൂടെ ഈ ബസ് ഇങ്ങനെ വളഞ്ഞു വരുന്ന ഒരു പ്രത്യേക കാഴ്ച. അത് ഈ വെളിനാട് ഇങ്ങനെ ബസ് വരുന്ന ഒരുപാട് വീഡിയോസ് ഈ യൂട്യൂബിലേക്ക് കിടക്കുന്ന കാണാം. ഇതുണ്ടോ വളഞ്ഞു വരുന്നത് കണ്ടോ. ഇവിടെ ഈ വെള്ളം കയറി കഴിയുമ്പോഴല്ലോ ഈ ബസ് ഇങ്ങനെ വരും, രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വെള്ളം തെറിപ്പിച്ച് ഇങ്ങനെ വരുന്നൊരു മനോഹരമായൊരു കാഴ്ചയാണ്. പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കില്ല ആ സമയത്ത് വെള്ളം കയറുന്ന സമയത്ത്. നമുക്ക് കാണാനായിട്ട് കാഴ്ചക്കാർക്ക് ഭയങ്കര രസമാണ്. ഇതുണ്ടോ അത് നേരെ അടുത്ത ഇതുണ്ടോ ആ മരം അങ്ങ് കാണുന്നില്ല, അതെല്ലാം ഇങ്ങനെ റോഡാണ്. അതിൻ്റെ അകത്തൂടെ എല്ലാം ഇങ്ങനെ വളഞ്ഞാണ് ഈ വാഹനങ്ങളെല്ലാം പോകുന്നത്. നല്ല സുഖം ഇവിടുത്തെ ജീവിതമൊക്കെ. പക്ഷേ ഈ വർഷകാലത്ത് വെള്ളം കയറി കഴിയുമ്പം വളരെ ദുരിതം കേട്ടോ. അല്ലാത്തൊരു സമയത്ത് ഭയങ്കര രസമാണ്, നല്ല കാറ്റ് കൊണ്ട് ഇങ്ങനെ നിൽക്കാം. ഇവിടുന്ന് മുമ്പേ ആ വരമ്പ് വഴി നടന്നു പോയന്മാർ നിൽക്കുന്നതുണ്ടോ, അങ്ങേറ്റത്ത് നിൽക്കുന്നതുണ്ടോ. അവർ 4-5 പേരുണ്ട്. അവരെല്ലാം കൂടെ ഇങ്ങനെ അതേ കൂടെ നടന്ന് അവിടെ പോയി നിൽക്കുക. ഒരു രസം അവർക്ക്. സന്ധ്യ സമയമല്ലേ, മഴ വന്നാൽ തീർന്ന്. ഇപ്പം മഴ ഉടനെ ഒന്നുകൂടെ പെയ്യും. ഇപ്പോൾ ഒന്ന് പെയ്തേ ഉള്ളൂ. ഈ സ്ഥലത്തിൻ്റെ പേര് വെളിയനാടാണ് കേട്ടോ, ആലപ്പുഴ ജില്ലയിലുള്ള വെളിയനാടാണ്. ഇത് നമ്മൾ ഈ വെളിയനാടെന്ന് പറയുന്ന സ്ഥലം നമ്മൾ AC റോഡെ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ. ഈ കുട്ടനാടിൻ്റെ ഗ്രാമീണ സൗന്ദര്യങ്ങളൊക്കെ കാണാൻ നമ്മളിതുപോലെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെയാണ്.